വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ. ഉന്നതരാം കേമമലായിക്കത്തിൻ ഗുരുവാക്കും. വേണ്ടി വന്നാൽ ഇബ്ലീസും. ഒരു പാട്ട് ഇറങ്ങിയല്ലോ, ഇബ്ലീസിനെ മടവൂർ ഷേഖിനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാല് അവല് മക്കാമിലേക്ക് എത്തിക്കുക, മുമ്പുള്ളതുപോലെ തന്നെ ആക്കാം. അടുത്ത് ഒരു പാട്ട് അത് കേട്ടിട്ട് സുന്നി മുസ്ലിയാക്കന്മാർ തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അത് മുമ്പും ആ പാട്ടുകാരൻ ഇവിടെ വിവാദ പുരുഷനാണ്, മടവൂരിനെ പടച്ചോനാക്കി എന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെ ആരോപണമാണ്. അങ്ങനല്ല ആ പാട്ടിലുള്ളത്. പക്ഷെ അന്ന് ആ പാട്ടിറങ്ങിയപ്പോൾ മൂപ്പർ കാഫിറാക്കാണ് എല്ലാവരും. നമ്മൾ ഇർഷാദിലും അതേപോലെയുള്ള നമ്മളെ മഹദൂമിങ്ങളൊക്കെ പഠിപ്പിച്ച കിതാബ് തന്നെ കാണാം, ഒരാളെ കുഫിരിലേക്കൊക്കെ പെട്ടെന്ന് ചേർക്കാൻ പാടില്ല, ഒരാളെ കാഫിർ, അതേമാതിരി ബിദ്അത്ത്, ഇതൊന്നും ഒരാളെ പെട്ടെന്ന് പറയാൻ പാടില്ല. അയാൾ പറഞ്ഞതിന് വീരാത്ത് ഉണ്ടാവുമല്ലോ. അതായത് വിലായത്തിൻ്റെ വലിയ വലിയ ആൾക്കാരതല്ല, സാധാ മനുഷ്യനെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ പറയല്ലോ മുജാഹിദുകൾ നമ്മളെ മുശ്രിക്കാക്കുകയാണോ എന്ന്. ഒരു വലിയ തെറ്റാണ് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇത് പറയണ ഇപ്പോഴത്തെ സുന്നി ആൾക്കാരെന്നെ വേറെ മടവൂരിൻ്റെ മറ്റോ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ കാഫിറാക്കാഫിറിലേക്ക് ചേർക്കാൻ. അന്നിപ്പോൾ അയാൾ ആ പാട്ട് പാടി അതിലിപ്പം മടവൂർ ആരാ പടച്ചോനാണോ ചോദിക്കുന്നവരോട് നീ ചൊല്ലി ആ മടവൂർ പടച്ചോനാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മക്കാറാക്കുന്ന ആൾക്കാരോട് മക്കാറാക്കിയ മറുപടിയാണ്. അതാണ് ഇപ്പോൾ മക്കറൂ മക്കർ അള്ളാറിനായി. ഇപ്പം പിന്നെ ഷാഫി ഇമാമിന് പറഞ്ഞില്ലേ, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ട് മൂപ്പരെ എന്താ റാഫിദിയാണ്, ഷിയാണ്, അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ റാഫിദിയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഞാൻ ഇതിൻ്റെ പേരിനെ റാഫിദിയാക്കുക, ഒരു മടവൂർ ഷെയ്ഖുനാൻ്റെ മധുവും മറ്റൊക്കെ പറയുമ്പോൾ മടവൂരിനെ ഒരു പടച്ചോനാക്കുകയാണെന്ന് അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ മടവൂരിനെ പടച്ചോനാക്കി പറഞ്ഞു. അത് എല്ലാവർക്കും അറിയാം അതൊക്കെ. പക്ഷേ ഷെയ്ഖുനാൻ്റെ ഒരു സംഭവങ്ങളും മറ്റും ഇവിടെ കേൾക്കുമ്പോൾ ഒരു പൂർത്തിയുള്ള ആൾക്കാർ പെട്ടെന്ന് ഇങ്ങോട്ട് എന്തോ കിട്ടി എന്നിട്ട് ഇവിടെ മടവൂരിനെ പടച്ചോനാക്കി അങ്ങോട്ട് ഇങ്ങോട്ട് ആരോ പടച്ചോനാക്കി, അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ പറയേണ്ടി. അയാളെന്നെ പറയുന്നുണ്ട്. മൂപ്പര പാട്ട് തന്നെയാണ് ഇപ്പോഴും കൊണ്ടുവന്നത്. അപ്പം അതിലിപ്പോൾ പിന്നെ മടവൂർ കരുതിയാൽ ഇബ്ലീസിനും വലിയ മക്കാമൊക്കെ എത്തിക്കാൻ കഴിവുണ്ടെന്ന് മടവൂർ ഷെയ്ഖുനാൻ്റെ മദ്ഹാണത്. അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതോ സുന്നി വലിയ മൂല്യന്മാരെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ രംഗത്തിരുന്നത്. ഇതൊരു മദനിയൊക്കെ അത്ഭുതമാണിത്. ഇത് മുമ്പ് മുജാഹിദ് സക്കരിയ സ്വലായി വരുന്നവരെ ഇവർ വരുന്നേ. മുമ്പ് സക്കരിയ സ്വലാഹിനെ പോലത്തെ ആൾക്കാർ വരും തരാം റിഫായ്മാലിയായിട്ട്. റിഫായി ഷെയ്ഖ് പറഞ്ഞല്ലോ ഇബ്ലീസ് മൂപ്പരെടുത്തെത്തിയപ്പോൾ ജിൻ്റെ പിന്നാലെ കൂടുക, ജിൻ്റെ സാവിയിൽ വന്നിട്ട് ഇവിടെ ഇരുന്നോ, എന്നിട്ട് ഇവിടുത്തെ നമ്മളെ ശിഷ്യനാകുക, ജി നമ്മളെ മുരീദായി ഉണ്ടെങ്കിൽ ഞാൻ അവൽ മക്കാമിലെത്തി. അപ്പോഴോ ആ റിഫായിമാരെ ഇപ്പോൾ വിൽക്ക് പറ്റുമോ? ഇയാൾ ഓതുണ്ടില്ല ആ തെബദീലല്ലേ കലിമാത്തില്ല. അല്ല പറഞ്ഞതല്ലേ ഇബ്ലീസ് അങ്ങനെയാണ്, ഇനി അള്ളാഹിൻ്റെ കലിമത്ത് മാറൂല. അതന്നെയല്ല ഇപ്പം മുജാഹിദുകളും പറയണേ, ഇവിടെ ഒലാബത്ത് തെബദീലല്ലേ കലിമാത്തില്ല, പിന്നെ എങ്ങനെയാണ് മഹാന്മാർ ഓരോ കഥറും കഥാവും മാറ്റലും മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഷെയ്ഖുനാൻ്റെ മക്കാമാത്ത് മനാക്കിബ് പറയാണ്. അത്രയും വലിയ റുത്തുബയിലുള്ള ആൾക്കാരെ റിഫായ് ഷെയ്ഖ പറഞ്ഞതുപോലുള്ള സംഭവങ്ങളേ ഉള്ളൂ. ഈ പാടുന്ന ആളും ബലമാരി കുറച്ച് ഗീതാവതിയൊക്കെ ആളല്ലേ, അയൊക്കെ അറിയാലപ്പത്. അപ്പം ഷെയ്ഖുനാൻ്റെ മനാക്കിബ്, ഷെയ്ഖുന അങ്ങനത്തെ പല റുത്തുബയിലുള്ള മഹാൻ തന്നെയാണല്ലോ. കുത്തുബുല്ലാലെന്നുള്ള ദർജയിൽ വന്ന റിഫായ് ഷെയ്ഖ് അതേ ദർജയിലൂടെ അറിയപ്പെട്ട ആളാണ്. അപ്പം അത് റിഫായിമാരുള്ള സംഭവമാണ്. അപ്പം ഈ റിഫായിമാർ ഇവരെന്താക്കും? അതാണ് ഷാറാനിമ പറഞ്ഞത്, മുമ്പത്തൊക്കെ സ്വീകരിക്കാൻ പറ്റും, കാലത്തുള്ള പറ്റില്ല. ഇത് കരുതിപ്പോൾ നമ്മളെന്തൊക്കെയോ പാടുക പറയാന്നുള്ളതല്ല. പക്ഷെ ഒരാളാണ് പാടുമ്പോഴത്തേനും അയാളെ കുഫിയത്താക്കിയത് അട്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവർ സ്റ്റാൻഡിൽ നിന്ന് പോയിരുന്നുള്ളതിന് തെളിവാ. അല്ല അപ്പം ഞാൻ അത് കേൾക്കുമ്പോൾ ഞെട്ടേണ്ടി ഒന്നുമില്ല. വേണ്ടി വന്നാൽ അങ്ങനെ ആക്കുന്നതിന് അങ്ങനെ വേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള വേറെ കാര്യമാണ്. മതി ഇപ്പം ഇന്നെ തുടർന്നാന്നല്ലേ, ഇനിയിപ്പോൾ തുടരണ്ടേ? അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാന്നല്ലേ പറയണത്. അപ്പം അത് അങ്ങനെ എന്തോ കേൾക്കുമ്പോൾ ഇതിനെ ഗണ്ണിക്കുക. ഇതൊക്കെ സുന്നിയാളെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഇവരോടെ പോയി. അപ്പം മശായിഖന്മാർ ഇങ്ങനെ വരുമ്പോൾ അതാ പറഞ്ഞത്, ഇന്നിപ്പോൾ ഇതിനെ ഗണ്ണിക്കുന്ന ആൾക്കാർ, ഇന്ന് മടവൂർ ഷെയ്ഖുനാനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ, അവിടുത്തെ കറാമത്തിനെ നിഷേധിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ മേപ്പെട്ടാ പോണത്. അതപ്പോൾ മുജാഹിദുകൾ പറയണത് ഇവർ മാറി മാറി വന്നുകൊടുക്കുന്നുണ്ട്, മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പറഞ്ഞ പോലെ ഹിദായത്തിലാണ്ട്. ഇവിടെ വലിയ സുന്നി പറഞ്ഞ ആൾക്കാരവർ. അപ്പോൾ ഇത് കുറച്ച് അപകടമാണ്. അപ്പോൾ അത് ഈ ഗണ്ണിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടി.
പാടുന്ന ആൾക്കാർ നന്നായി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് പാടിയ ഇപ്പം ഈ വിഷയം കൊണ്ടൊന്നും ഒരാളെ കാഫിറാക്കാനും മുർത്തദ്ദാക്കാനൊന്നും യാതൊരു വകുപ്പുമില്ല. അതൊക്കെ മുൻകാലത്തൂടെ മശായിഖന്മാരെ സ്ഥിരപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്. അതായത് ഇഫായിമാലം പാടി പോയതാണല്ലോ. ഇഫായിമാലൊക്കെ സംഭവങ്ങളിലല്ലേ. ഇഫായി ഷെയ്ഖ് പറയല്ലേ ഇബ്ലീസിനോട്, എന്നെ തുടർന്ന് എന്നെ അവല് മക്കാമിൽ എത്തിക്കാം. എന്നാൽ ഇപ്പോൾ ഇഫായി ഷെയ്ഖിനെ ഇവർക്ക് ചോദ്യം ചെയ്തൂടെ? ഇല്ലാത്ത ബുദ്ധിയിലല്ലേ കലിമാത്തില്ല എന്നല്ല അല്ല അങ്ങനെ പറഞ്ഞു. പിന്നെ മൂപ്പര് അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് തുടരേണ്ട പേനോനെ. അപ്പം അതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു മടവൂരിനെ പറ്റാത്തൊരു വിങ് ഇവിടെ നല്ല ഉണ്ടായിട്ടുണ്ട്. മുജാഹിദല്ല, സുന്നി എന്ന് പറഞ്ഞ ആൾക്കാരെ കൂട്ടത്തിൽ തന്നെ ഷെയ്ഖുനാനെ വിശ്വാസമില്ലാത്ത കുറച്ച് മൂല്യന്മാർ തലപ്പത്ത് വന്നതുകൊണ്ട് താഴേക്കിടയിലേക്കൊക്കെ ഈ മഹാന്മാരെ അവിശ്വസിക്കുക എന്നുള്ളൊരു സംഭവം പടർന്നു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായി പറയുകയാണെങ്കിൽ ഇപ്പം AP വിഭാഗത്തിൽ അത് സജീവമായി. എല്ലാവരും അല്ല, പഴയ കാലത്ത് ഷെയ്ഖുനാനെ കണ്ട ആൾക്കാരും അങ്ങനെയുള്ള പല ആൾക്കാരൊക്കെ അതിൽ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു നല്ല ടീം തന്നെ ഇപ്പം ഈ പേരോടും കൂട്ടരൊക്കെ അങ്ങനെ പാടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു അതുകൊണ്ട് ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഗണിച്ച് വന്ന ഈ മദനിയോ മറ്റുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ പുത്തൻവാദികളുടെ നാവായി ഇവിടെ രൂപപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തം. അതായി മനസ്സിലാക്കാം.